പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഈശോ തൻ്റെ അന്ത്യത്താഴ കഴിഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും. അപ്പോൾ പത്രോസ് പറഞ്ഞു, നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നിൽ ഇടറുകയില്ല, നിന്നെ നിഷേധിക്കുകയില്ല എന്ന്. യേശു പറഞ്ഞു, ഈ രാത്രിയിൽ കോഴി കൂകുന്നതിന് മുൻപായി 3 പ്രാവശ്യം നീ എന്നെ നിഷേധിച്ചു പറയും എന്ന്. പത്രോസ് കേവലം ഒരു സ്ത്രീയുടെ മുൻപിൽ വെച്ച് 3 പ്രാവശ്യം യേശുവിനെ നിഷേധിക്കുകയും ശപിക്കുകയും ആണയിടുകയും ചെയ്തു എന്ന് തിരുവചനം പറയുന്നുണ്ട്. പത്രോസ് യേശുവിനെ നിഷേധിച്ചു പറഞ്ഞു എങ്കിലും പത്രോസ് ഉടനെ അനുതപിച്ച് അവൻ്റെ ഹൃദയം നൊന്തവൻ കരഞ്ഞു. പത്രോസിൻ്റെ അനുതാപം അവനെ യേശുവിലേക്ക് നയിച്ചു. അനുതപിച്ച പത്രോസിനെ യേശു ചേർത്ത് നിർത്തി. പത്രോസാകുന്ന പാറമേൽ യേശു തൻ്റെ സഭ സ്ഥാപിച്ചു. സ്വർഗത്തിൻ്റെ താക്കോൽ അവന് നൽകി. അനേകം ആത്മാക്കളെ യേശുവിന് വേണ്ടി നേടിയെടുക്കുവാൻ പത്രോസിന് കഴിഞ്ഞു. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ബോധ്യം വന്നിട്ടും പത്രോസിന് തെറ്റുപറ്റി. യേശുവിനെ നിഷേധിച്ചു പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നിരവധി തെറ്റുകളും പ്രലോഭനങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ദൈവത്തെ നാം പലപ്പോഴും വേദനിപ്പിക്കാറുണ്ട്, നിഷേധിച്ച് പറയാറുണ്ട്, വേണ്ട ബഹുമാനമോ ആദരവോ കൊടുക്കാറില്ല. എന്നാൽ നാം പൂർണ്ണമായി അനുദപിക്കാൻ തയ്യാറായാൽ ദൈവത്തിന് നമുക്ക് അനുഗ്രഹവും ക്ഷമയും ലഭിക്കും. നമ്മുടെ എല്ലാ തെറ്റുകളും ക്ഷമിക്കുകയും ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മെ ഉയർത്തുകയും ചെയ്തു. യേശു നമ്മുടെ രക്ഷകനും നാഥനുമാണ്. യെശയ്യാ 1:18 ദൈവമായ കർത്താവ് നമ്മെ വിളിക്കുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും, രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു. യെശയ്യാ 43:18 കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഞാൻ എന്നേക്കും കുറ്റം ആരോപിക്കുകയോ കോപിക്കുകയോ ഇല്ല. നാം നമ്മുടെ പാപങ്ങൾ ഓർത്ത് അനുതപിക്കാതെ ജീവിച്ചാൽ നിരാശ നമ്മെ പിടികൂടും. യൂദാസിന് അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടതുപോലെ നിരാശ നമ്മെ നാശത്തിലേക്ക് നയിക്കും. യൂദാസിൽ ധനമോഹമെന്ന പിശാച് കയറി തൻ്റെ ഗുരുവായ യേശുവിനെ 30 വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒറ്റിക്കൊടുത്തു. അവൻ അനുതപിച്ച് യേശുവിലേക്ക് വന്നിരുന്നുവെങ്കിൽ യേശു അവനെ ചേർത്ത് നിർത്തുകയും അവൻ രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. 1 തിമോത്തി 6:10 തിരുവചനം പറയുന്നു, ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാന കാരണം. സമ്പത്ത് കൊണ്ടല്ല നമ്മുടെ ജീവിതം ധന്യമാക്കേണ്ടത്. നാം സൽപ്രവർത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളും ആയിരിക്കുകയും വേണം. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും ധാരാളമുണ്ട്. അവയെല്ലാം അംഗീകരിക്കുകയും ദൈവത്തോട് ക്ഷമയാചിക്കുകയും ചെയ്താൽ നമ്മെ ദൈവം തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.